രാഷ്ട്രീയമായും അതുപോലെ തന്നെ സൈദ്ധാന്തികമായുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണെങ്കിലും ശരിക്കും സന്തോഷം തരുന്ന, എനിക്ക് വ്യക്തിപരമായി കൂടി സന്തോഷം തരുന്ന ഒരു വിജയമാണ് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തിക്കുണ്ടായത്. നമ്മൾ യഥാർത്ഥ കമ്മ്യൂണിസത്തിനോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കോ ഒന്നും എതിരല്ല. പക്ഷേ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, ഏകാധിപത്യത്തിന് എതിരെ ഒക്കെ തന്നെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. വി കുഞ്ഞികൃഷ്ണൻ യഥാർത്ഥ മനുഷ്യൻ്റെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിലൂടെ പുറത്തു വന്നത്. ഒരു പാവം പിടിച്ച മനുഷ്യൻ ധൻരാജ്, അയാൾ കൊല്ലപ്പെടുന്നു. അയാളുടെ രക്തസാക്ഷി ഫണ്ട് പോലും ലക്ഷങ്ങൾ വെട്ടിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകരും നേതാവും MLA TI മധുസൂദനൻ. എന്നിട്ട് ആ കണക്കിനെയൊക്കെ തന്നെ, ആ കള്ളക്കണക്കിനെയൊക്കെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് KK രാഗേഷ് എന്ന വൃത്തികെട്ട പാർട്ടി സെക്രട്ടറി രംഗത്ത് വരുന്നു. നാണവും മാനവുമുണ്ടോ? ഉളുപ്പുണ്ടോ? ഒരു ചമ്മലില്ലേ ഇതിനൊക്കെ? പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചോരയുടെ വില ഊറ്റിമാറ്റി വീട്ടിൽ കൊണ്ടുപോകാൻ നാണമില്ലേ? ഇതാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന പാവം പിടിച്ച സഖാവ് ചോദിച്ചത്. അതിന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചു, അദ്ദേഹത്തിന് ഒപ്പം നിന്നവരുടെ വാഹനങ്ങൾ കത്തിച്ചു, വീടിന് കല്ലെറിഞ്ഞു. വി കുഞ്ഞികൃഷ്ണൻ്റെ ഭാര്യയുടെ സ്ഥാപനം തീയിട്ട് നശിപ്പിച്ചു, അദ്ദേഹത്തിനെതിരെ പോസ്റ്റർ പതിച്ചു, അദ്ദേഹത്തെ എവിടെ കണ്ടാലും തല്ലാനും കൊല്ലാനും ഉത്തരവിട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സംരക്ഷണ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം വി കുഞ്ഞികൃഷ്ണൻ എന്ന മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. യഥാർത്ഥ സഖാക്കളടക്കം പയ്യന്നൂരിലെ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. തികച്ചും അഭിമാനകരമായ വിജയം. CPMൻ്റെ പിണറായി വിജയൻ്റെ, TI മധുസൂദനൻ്റെ, MV ഗോവിന്ദൻ മാഷിൻ്റെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന ഈ നെറികെട്ട നാറിയ സംഘടനയുടെ മുഖത്ത് വി കുഞ്ഞികൃഷ്ണൻ കാർക്കിച്ച് തുപ്പിയിരിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് ഒപ്പം നിന്നു, സഖാക്കളടക്കം. 7487 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഒരു അസംബ്ലി മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷമാണ്. തികച്ചും അഭിമാനകരമായ വിജയം, ജനങ്ങൾ തന്ന വിജയം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കള്ളക്കണക്കെഴുതി കോടികൾ വെട്ടിച്ച്, ലക്ഷങ്ങൾ വെട്ടിച്ച് പാർട്ടിയും പാർട്ടി പ്രവർത്തകരെയും ഒറ്റുകൊടുക്കുന്ന മധുസൂദനെ പോലുള്ള, TI മധുസൂദനെ പോലുള്ള നാറികൾക്ക്, നെറികെട്ടവന്മാർക്ക്, നാണം കെട്ടവന്മാർക്ക് പയ്യന്നൂരിലെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഇത്. വി കുഞ്ഞികൃഷ്ണൻ്റെ വിജയം. തീർച്ചയായിട്ടും വി കുഞ്ഞികൃഷ്ണേട്ടന് ഒപ്പം നിൽക്കുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കണക്കുകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു മാധ്യമത്തിൽ ഞാൻ ഇതിനു മുൻപ് ധാരാളം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10-17 വാർത്തകൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ തന്നെ വ്യക്തിപരമായി ചെയ്തിട്ടുണ്ട്. വി കുഞ്ഞികൃഷ്ണേട്ടന് അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ പയ്യന്നൂരിലെ ജനതയ്ക്കും തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. വി കുഞ്ഞികൃഷ്ണൻ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തതിൽ CPM നാണം കെട്ടി നാറിയിരിക്കുന്നു. ഇത്രയും നെറികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി സത്യം പറഞ്ഞാൽ ലോകത്ത് ഒരിടത്തും കാണില്ല, ഇനിയൊട്ടുണ്ടാവാനും പോകുന്നില്ല.